ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. എല്ലാവരും ചിന്തിക്കുന്നതാണ് ഡിന്നറിന് എന്താണെന്ന്. വാട്ട്സ് ഫോർ ഡിന്നർ? അതുപോലെ മിക്കവർക്കും ഉച്ചയ്ക്കും വൈകുന്നേരവും ചോറുണ്ണാൻ താല്പര്യമില്ല. അപ്പോൾ അതിന് പറ്റിയ ഒരു ഡിന്നറാണ് ഇന്നുണ്ടാക്കുന്നത്, ഗാർലിക് ലെമൺ ചിക്കൻ. ചിക്കൻ ബേക്ക് ചെയ്യുന്നതിന് ഞാൻ എടുത്തിരിക്കുന്നത് 6 പൗണ്ട് ഉള്ള ചിക്കനാണ്. ഇത് ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ കഴുകി ഡ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ പേപ്പർ ടവൽ കൊണ്ട് ഔട്ട്സൈഡും ഇൻസൈഡും നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അത് ഒരുപോലെ ഈവനായിട്ട് ബേക്ക് ചെയ്ത് കിട്ടും. ഇനി ഞാൻ ഈ ചിക്കൻ്റെ ഈ തൈ ഭാഗം ഒന്ന് മുറിച്ച് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബേക്ക് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ഇതുപോലെ 2 തൈ ഒന്ന് ഇതുപോലെ വിടർത്തിയാൽ മതി. ചിക്കനിൽ ഇനിയും ഉപ്പും കുരുമുളക് പൊടിയും ഇടണം. ഇത് 2.5 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അകവശവും ഇൻസൈഡും എല്ലാ വശത്തും നമ്മൾ ഉപ്പ് നന്നായിട്ട് ചേർക്കണം. 1.5 ടീസ്പൂൺ കുരുമുളക് ചതച്ച് എടുത്തതാണിത്. ഇതിൻ്റെ ഈ വശത്ത് ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് മറുവശത്ത് ഞാൻ ഇടുന്നുള്ളൂ. ഇനി ചിക്കൻ്റെ മറുവശത്ത് ആണ് ഉപ്പിടുന്നത്. ഇനി ഞാൻ ഇതിനു വേണ്ടുന്ന ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കുകയാണ്. ചിക്കനിൽ പുരട്ടാനുള്ള മാരിനേഡാണ് ഉണ്ടാക്കുന്നത്. ഇത് 7 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്ത് എടുത്തതാണ്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സേജ് ഇടുന്നു. സേജ് ഇതുപോലെയുള്ള ഒരു ചെടിയാണ്. ഇത് നമുക്ക് ചട്ടിയിൽ കിളിർപ്പിക്കാവുന്നതാണിത്. 1.5 ടീസ്പൂൺ പാഴ്സ്ലി, 1 ടേബിൾ സ്പൂൺ ലെമൺ സെസ്റ്റ് ആണിത്. 6 വലിയ വെളുത്തുള്ളി മിൻസ് ചെയ്ത് എടുത്തതാണ്. 2 ടീസ്പൂൺ തൈം, ഇത് ഉണങ്ങിയതാണ്. ഉണങ്ങിയ ഇലകൾ നമ്മൾ ചേർക്കുമ്പോൾ കൈകൊണ്ടൊന്ന് ഞെരടി അതിൻ്റെ ഫ്ലേവർ കൂടുതൽ റിലീസ് ചെയ്യും. അതുപോലെ 2 ടീസ്പൂൺ ഒറിഗാനോ, ഇതും ഉണങ്ങിയതാണ്. ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഞെരടി ഇടുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മാരിനേഡ് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. ഇത് പുരട്ടുന്നതിന് നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ നമുക്ക് തേക്കാം. പക്ഷെ ഞാൻ കൈയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലും നന്നായിട്ട് പുരട്ടി കൊടുക്കണം. ഇതിൻ്റെ ചിക്കൻ്റെ സ്കിൻ ഇതുപോലെ പയ്യെ പൊക്കി എടുക്കണം. അത് കീറിപ്പോകരുത്. പയ്യെ ഇതിൻ്റെ ഉള്ളിലും എല്ലാം പുരട്ടി കൊടുക്കണം. ഇനി ഇത് മറിച്ചിട്ട് ഇതിൻ്റെ അടിവശത്ത് നന്നായിട്ട് പുരട്ടണം. ഓവൻ 450-ൽ പ്രീഹീറ്റ് ചെയ്യണം. ബേക്ക്ഡ് ചിക്കൻ ഒരു ഫുൾ മീലാക്കുന്നതിന് കുറച്ച് വെജിറ്റബിൾ കൂടെ ഞാൻ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾ എടുത്തിരിക്കുന്നത് 4 റെഡ് പൊട്ടാറ്റോ ഒരു 8 കഷ്ണങ്ങളാക്കി ഇതുപോലെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഒരു വലിയ സവോള ഇതേ വലുപ്പത്തിൽ മുറിച്ചെടുത്തിരിക്കുന്നതാണ്. 3 ക്യാരറ്റ് 1.5 ഇഞ്ച് നീളത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. 2 തണ്ട് സെലരി 1 ഇഞ്ച് നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിക്കുകയാണ്. 1/2 ടീസ്പൂൺ പാപ്രിക്ക, 1/2 ടീസ്പൂൺ cayenne pepper, 1 teaspoon garlic powder.
1 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാൻ എളുപ്പവഴി ഇതുപോലെ ഇങ്ങനെയൊന്ന് ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഒരുപോലെ എല്ലായിടത്തും പിടിക്കും. ഇത് ബേക്കിംഗ് പാനിലേക്ക് ഇടുകയാണ്. ചിക്കൻ ആദ്യം 450-ൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. ഇപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞു. ഓവൻ ടെമ്പറേച്ചർ ഞാൻ 375-ലാക്കി. ഇനി അത് 45 മിനിറ്റ്സും കൂടി ബേക്ക് ചെയ്യണം. ചിക്കൻ വെന്തു. ഓവനിൽ നിന്ന് ഞാനത് പുറത്തെടുത്തു. ഇത് വെന്തോ ഇല്ലയെന്ന് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഈ തൈ ഭാഗം ഇങ്ങനെ മുറിച്ച് ചിക്കനിൽ നിന്ന് വരുന്ന ജ്യൂസ് നമ്മളിങ്ങനെ എടുത്തു നോക്കി അത് ക്ലിയർ ആണെന്ന് വരിയിൽ അത് വെന്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിങ്ക് കളറിലാണ് വരുന്നതെന്ന് വരിയിൽ രണ്ടാമത് അത് തിരിച്ച് ഓവനിൽ വെച്ച് വേവിക്കണം. വേറെ വിധത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നത് ഇതുപോലെയുള്ള തെർമോമീറ്റർ ചിക്കൻ്റെ കട്ടിയുള്ള ഭാഗത്ത് ദശ കൂടുതലുള്ള ഭാഗത്ത് നമ്മൾ ഇറക്കി വെക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ 165-ൽ വരികയാണെന്ന് വരിയിൽ നന്നായിട്ട് അത് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഓവനിൽ നിന്ന് ചിക്കൻ എടുത്തതിൻ്റെ ശേഷം ഒരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം വേണം നമ്മൾക്ക് കഴിക്കുവാൻ എടുക്കേണ്ടത്. ഡിന്നറിന് പറ്റിയ ഒരു ഫുൾ മീലാണിത്. ഉണ്ടാക്കുവാൻ വളരെ എളുപ്പമാണ്. അതുപോലെ പിള്ളേർക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതുമാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക.